മുഖ്യമന്ത്രി എന്നും പറഞ്ഞു എനിക്കെന്തോന്നും വേണ്ട. ഞാൻ ജനത്തിനെ സേവിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയാണ്. കാരണം എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്വത്തോ ഒരു തൊഴിലോ ഒന്നുമില്ല. എൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്വത്തും തൊഴിലൊക്കെ കയ്യിലാക്കിയ എനിക്കൊരു മോനുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്. അതൊക്കെയാണ് എൻ്റെ സ്വത്ത്. ഞാൻ ജനത്തിന് വേണ്ടി കിടന്ന് പാടുകൊടുക്കുന്നത്. ജനം എന്ന് വെച്ചാൽ ഈ ജനത്തിന് ഞാൻ ഒരിക്കലും കൈകൊടുക്കില്ല. എന്നെ മന്ത്രിസഭ ഏൽപ്പിച്ചത് ജനമാണ്. ആ ജനത്തിനെ ദ്രോഹിക്കുന്നത് തെറ്റാണ്. പിന്നെ പ്രതിപക്ഷവും മറ്റുള്ളവരും എന്നെപ്പറ്റി അപരാധങ്ങളും അഭിഖ്യാതങ്ങളും എന്തു വേണോ പറഞ്ഞോട്ടെ, അതെനിക്കൊരു വിഷയമില്ല. ഞാൻ ജനപക്ഷമാണ്. ജനപക്ഷമായൊരു മുഖ്യമന്ത്രി നിങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ അത് മനുഷ്യ സഹജമാണ് ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുക. ഈ കുഞ്ഞ് മനസ്സുപോലെയാണ് എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ഒരു മനസ്സാണ്. ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷം കഴിഞ്ഞ് ഈ വയനാട് പ്രശ്നം ഇതെല്ലാം ഞാനാണ് മുഖ്യമന്ത്രി പദം എനിക്ക് തന്നിട്ടില്ല. ആ ജനത്തിനെ എനിക്ക് കളയാൻ പറ്റില്ല. അതിനെ കളയാൻ പറ്റില്ല, ഒരിക്കലും കളയാൻ പറ്റില്ല. എല്ലാവരും കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി സേവിക്കുന്ന കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് പരമാർത്ഥ സത്യം. എനിക്ക് കൂടുതലൊന്നും ചാനലുകാർക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല സത്യമായിരിക്കും. എൻ്റെ പ്രവൃത്തികളെല്ലാം ജനത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്തിരിക്കും. ചോദിക്കാനേ പറ്റാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാം. മറ്റുള്ള മന്ത്രിമാരെ പോലെ ഈ രമണ മറ്റുള്ള മന്ത്രിമാരെ പോലെ എന്ന് വെച്ചാൽ നയനാർ സർക്കാർ അങ്ങനെയുള്ള ഒരു മന്ത്രിസഭയിൽ ഒന്നൊരു മന്ത്രിയല്ല ഈ രമണ. ഞാൻ ജനത്തിന് എത്ര സേവിക്കാൻ പറ്റുമോ, ജനത്തിന് എന്തെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള മുഖ്യമന്ത്രിയായിട്ട് ഞാൻ മനസ്സിലാക്കി.